ഈ വേൾഡ് കപ്പിൽ അർജന്റീന ക്വാർട്ടർ ഫൈനൽ എത്തിയതോടുകൂടി ഒരുപാട് വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് സ്പിയറിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രണ്ട് വിവാദങ്ങളാണ്. ഒന്ന്, ഫിഫയുമായി ബന്ധപ്പെട്ട് ഫിഫ അർജന്റീന കപ്പെടുക്കാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നവരുടെ ആരോപണം. രണ്ടാമതായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അർജന്റീനയുടെ ശത്രുക്കൾ ആൾമോസ്റ്റ് എല്ലാവരും ഇപ്പം പോർച്ചുഗലാണെങ്കിലും ബ്രസീലാണെങ്കിലും ഇവരൊക്കെ പുറത്തായതോടുകൂടി എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അർജന്റീനയെ എങ്ങനെ പ്രശ്നവൽക്കരിക്കാം എന്നുള്ളതിലാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നൊരു സംഭാഷണം അർജന്റീനയിൽ നിലനിൽക്കുന്ന വംശീയത, അർജന്റീൻ പ്ലേയേഴ്സിനിടയിലുള്ള വംശീയത, അർജന്റീന എങ്ങനെയാണ് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഇസ്രായേലിനോടൊപ്പം പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അർജന്റീന വരുന്നത് എന്നതിനെ പറ്റിയാണ് പൊതുവായി നടക്കുന്ന ഒരു ചർച്ച. ഇതിൽ 3 സംഗതികളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തത് അർജന്റീനിയൻ ടീമിലുള്ള ഇൻഡിജിനസ് പോപ്പുലേഷൻ്റെയും അല്ലെങ്കിൽ അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ബ്ലാക്ക് പോപ്പുലേഷൻ്റെയും റെപ്രസെൻറ്റേഷനെ പറ്റിയുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അർജന്റീനൻ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി വൈറ്റ്, അതായത് യൂറോപ്യൻ വൈറ്റ് എന്നറിയപ്പെടുന്ന അർജന്റീനയിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അർജന്റീനൻ ടീമിലുള്ളത്. രണ്ടാമതായി പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഉൾപ്പെടെ വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരു സംഗതി. അത് എമി മാർട്ടിനസിന്റെ ചില സെലിബ്രേഷൻസ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ വിജയത്തിന് ശേഷം മെൻസോ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് ടീം വാനുള്ളിയിരുന്നു കൊണ്ട് വംശീയ പാട്ട് പാടിയത്, ഇതുപോലെയുള്ള സംഗതികളാണ് പറയുന്ന രണ്ടാമത്തെ. മൂന്നാമത്തെ സംഗതി എന്ന് വെച്ചാൽ അർജന്റീനിയൻ ഫാൻസിന്റെ ബിഹേവിയറും അർജന്റീനിയൻ പൊളിറ്റീഷ്യൻസിന്റെ ബിഹേവിയറും ഒരുപോലെ വിമർശിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അർജന്റീനിയൻ ഫാൻസ് വംശീയമായി പെരുമാറുന്നത്. ഈ അടുത്ത് തന്നെ അർജന്റീനിയൻ ഫാൻസിന്റെ വംശീയ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം, ഐഷോ സ്പീഡിന് മത്സരം നടക്കുന്നതിനിടയിൽ ഗാലറിയിൽ വെച്ച് അർജന്റീന ഫാൻസ് അധിക്ഷേപിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ അതിനുശേഷം ഈജിപ്ഷ്യന്റെ കളിയിലും ഒരു ഈജിപ്ഷ്യൻ ഫാനിനെ അർജന്റീനിയൻ ഫാൻസ് അധിക്ഷേപിക്കുന്ന ഒരു വിഷയം വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ കണ്ടൊരു സംഗതി, ഒരു അർജന്റീനിയൻ മാതാവ് അവരുടെ വീടിന് തൊട്ട് മുമ്പിലുള്ള ഒരു ഇലക്ട്രിക് ലൈൻ, അതിന്റെ മുമ്പിൽ കൂടെ അതിന് മുകളിൽ കൂടെ ഓടുന്ന ഒരു കുരങ്ങ്, ആ കുരങ്ങിനെ നോക്കിപ്പിച്ചിട്ട് ഒരു മാതാവ് ഒരു കുട്ടിയെ കൊണ്ടിട്ട് അതിനെ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് അർജന്റീനിയൻ ഫാൻസിന്റെയും അർജന്റീൻ ജനറൽ പബ്ലിക്കിന്റെയും ഒരു പൊതു ബിഹേവിയർ ആയിട്ട്, അതായത് ഈ റേസിസ്റ്റ് ബിഹേവിയർ ആയിട്ട് വന്നു. ഇത് പ്രോബ്ലമാറ്റൈസ് ചെയ്തിട്ട് അർജന്റീനിയൻ ടീമിനെ ബഹിഷ്കരിക്കണം, ബോയ്ക്കോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അർജന്റീനിയൻ ടീമിന് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റാണ് പൊതുവെ കാണുന്നത്. സത്യത്തിൽ ഇത് എത്രത്തോളം ന്യായീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഓഫ് വ്യൂയിൽ, ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ അഭിപ്രായത്തിൽ, എന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരു ടീം ആ വംശീയതയെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അതൊരു വംശീയ ടീമാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. അവിടെയാണ് ചില ആർഗ്യുമെന്റുകൾ ശക്തമാകുന്നത്. അതായത് അർജന്റീൻ ടീമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ ഓഫ് അവിടുത്തെ ഇൻഡിജിനസ് പോപ്പുലേഷൻ എന്നുള്ളതാണ്. മെരിറ്റ്സോ എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അവിടുത്തെ വളരെ ചെറുതായിട്ടുള്ള ബ്ലാക്ക് പോപ്പുലേഷനെയൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുന്ന തരത്തിൽ, അതായത് അവരുടെ റെപ്രസെന്റേഷൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള. അതിൽ ഏറ്റവും ഫേമസ് ഒരാളായിരുന്നു ഡിയോഗോ മാർഡോ. അതിനുശേഷം വന്ന ഫേമസ് ആൾക്കാരിൽ കുനഗ്യോറ ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഏരിയൽ ഒർട്ടേഗ ഉണ്ട്, അതോടൊപ്പം തന്നെ കാർലോസ് ടെവസ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ റീസെന്റ് ടീമുകളിൽ ഇവരുടെ റെപ്രസെന്റേഷൻ കുറവാണ് എന്നുള്ളത് അതൊരു സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ ആണ്. അപ്പം ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഒരു തരത്തിലുള്ള സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ ചെയ്യുമ്പം അവർ ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ളത് എന്ന ആർഗ്യുമെന്റ് ശക്തമാകുന്നത് അവിടെയാണ്. രണ്ടാമത് അവിടുത്തെ സ്റ്റേറ്റ് ബിഹേവിയറും അവിടുത്തെ ജനറൽ പബ്ലിക്കിന്റെ ബിഹേവിയറും ഒരേപോലെ തന്നെ അവിടുത്തെ ടീമിന്റെ ബിഹേവിയറായി മാറുന്നതോടുകൂടി ജനങ്ങൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നതിലും ഞാൻ ന്യായം കാണുന്നുണ്ട്. ബാക്കി പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. സാധാരണ നമ്മളൊക്കെ ഫാൻസായി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒരു ടീമിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലെയറുടെ കളിശൈലി, ഇപ്പൊ റൊണാൾഡോ, മെസ്സി, സിദാൻ അങ്ങനെയുള്ള പ്ലെയറിന്റെ കളിശൈലി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഫാൻസായിട്ട് മാറുന്നത്. ഒരു ടീമിനെ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വ്യക്തികളുടെ തീരുമാനമാണ്. പക്ഷെ ആ ഒരു ടീം റെപ്രസെന്റ് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെതിരെയുള്ള അല്ലെങ്കിൽ റേസിസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് എങ്കിൽ ആ ടീമിനെ ഫോളോ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടതും ഒരു ഇൻഡിവിജ്വലിന്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കും.